അനിൽകുമാർ കൂടി CPM പ്രതിനിധി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ കെ അനിൽകുമാർ, താങ്കളുടെ ജില്ലയിൽ നിന്ന് തുടങ്ങാം. കോട്ടയം. ഇന്നിപ്പോൾ കോട്ടയത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചിരുന്നു. ഞങ്ങളുടെ മുന്നണിയിലുണ്ടായിരുന്ന കേരള കോൺഗ്രസ് എം അങ്ങോട്ട് പോയി, എന്നിട്ടിപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ്. മാണി ഗ്രൂപ്പ്, അതായത് എന്താണ് ശരിക്കും കോട്ടയത്ത് സംഭവിച്ചത്? ജില്ലാ പഞ്ചായത്ത് നിലനിർത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ മാണി ഫാക്ടർ, ജോസ് കെ മാണി ഫാക്ടർ ഒരു തരത്തിലും പ്രതിഫലിച്ചിട്ടില്ല അവിടെ. അല്ല, ഇടതുപക്ഷ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നണി ബന്ധങ്ങളെ കാണുന്ന പ്രസ്ഥാനമല്ല. ഞങ്ങൾ കൂട്ടായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ കണ്ടത്, കൂട്ടായിട്ടാണ് മത്സരിച്ചത്. എല്ലാ വിജയങ്ങൾക്കും എല്ലാ പരാജയങ്ങൾക്കും ഞങ്ങൾ കൂട്ടായ ഉത്തരവാദിത്വമുണ്ട്. ഏതെങ്കിലും ഒരു മുന്നണി വിഭാഗീയമായി അല്ലെങ്കിൽ പ്രത്യേകിച്ച് അതിലേതെങ്കിലും ഒരു പാർട്ടികൾ നിലയ്ക്ക് അടർത്തി മാറ്റി ഒരു കാര്യവും LDFനെ സംബന്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതില്ല. രണ്ടാമത്, നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ ശരിയായി വിലയിരുത്തേണ്ടതുണ്ട്. ഒന്ന്, നമ്മുടെ രാജ്യമെമ്പാടും അതിതീവ്രമായി രാഷ്ട്രീയത്തിനകത്തേക്ക് വർഗീയവൽക്കരണം നടപ്പാക്കുന്ന BJPയുടെ അധികാരത്തിലെ അതിൻ്റെ പിടി ഏതാണ്ട് 11 കൊല്ലമായി ഇവിടെ തുടരുകയാണ്. ഓരോ ദിവസങ്ങളിലും അവർ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടിരുന്ന വിഷയങ്ങളൊന്നും വർഗീയമായിട്ട് ആളുകളെ ധ്രുവീകരിക്കുന്നതാണ്. അതിനോട് പോരടിച്ചുകൊണ്ട് മാത്രമേ ഇടതുപക്ഷത്തിന് നിലനിൽക്കാൻ കഴിയൂ. മനുഷ്യൻ്റെ വേതനത്തിൻ്റെ കാര്യം, കൂലിയുടെ കാര്യം, അവരുടെ ജീവിതത്തിൻ്റെ കാര്യം, പട്ടിണി മാറ്റുന്നതിൻ്റെ കാര്യം, ഇപ്പൊ താങ്കൾ പട്ടിണിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് ചോദിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം നിങ്ങളുടെ മുതിർന്ന നേതാവ് MM മണി അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. പെൻഷൻ എല്ലാം വാങ്ങി ശാപ്പാട് കഴിച്ചിട്ട് LDFനെതിരെ വോട്ട് ചെയ്തു. നിങ്ങളുടെ നേതാവിന്റെ വാക്കാണ്. നന്ദികേട് എന്നുകൂടി വാക്ക് അദ്ദേഹം പറയുന്നുണ്ട്. അതെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് ഫലത്തെ എപ്പോഴും തല കുമ്പിട്ട് വിനയത്തോടുകൂടിയാണ് കാണുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 98 സീറ്റോടുകൂടി അധികാരത്തിൽ വന്നു. ഞങ്ങൾ തോറ്റ സ്ഥലങ്ങളിൽ മാത്രമല്ല, വിജയിച്ച സ്ഥലങ്ങളിലും ഞങ്ങൾ തെറ്റുകൾ പറ്റിയത് പരിശോധിച്ചു, തിരുത്തിയിട്ടുണ്ട്. ഒരു തരത്തിലും ജനവിധിയെ നിന്ദിക്കുന്ന ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല, സ്വീകരിക്കുകയുമില്ല. ഇവിടെ ഞങ്ങൾ പറയുന്ന കാര്യം മനുഷ്യജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ് ഇടതുപക്ഷം എപ്പോഴും പറയാൻ ശ്രമിക്കുന്നത്. നാളെയും ഞങ്ങളതാ പറയാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ ആ നിലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ എന്താ സംഭവിക്കുന്നത്? വർഗീയത ഒരു ഭാഗത്ത് മാത്രമായി സാന്ദ്രീകരിക്കില്ല. പൊളിറ്റിക്കലായ കാര്യങ്ങൾക്കപ്പുറം വർഗീയമായി ആളുകളെ ധ്രുവീകരിക്കുന്നതിലേക്ക് BJP മാത്രമല്ല മറുഭാഗവുമുണ്ട്. ഈ രണ്ട് കൂട്ടരെയും ചെറുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പോയിന്റ്. അതിൽ ഞങ്ങൾ എവിടെ വരെ എത്തി? അതാണ് പ്രധാനമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഗായത്രി ബാബുവിനെ താങ്കൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഗായത്രി ബാബു അല്പസമയം മുൻപ് ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റാണ്. അതിൽ എന്തുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ കൈവിട്ടു പോയി ഇടതിൽ നിന്ന് കൃത്യമായി എഴുതിയിട്ടുണ്ട്. ജനങ്ങൾക്ക് ആ മേയറെ കാണാൻ വേണ്ടി ഡോറിന് പുറത്ത് കാത്തു നിൽക്കുന്ന 4 ജനങ്ങളെ കാണാൻ സമയമില്ല എന്ന് എഴുതിയത് നിങ്ങളുടെ നേതാവാണ്. അപ്പോൾ എന്തുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ കൈവിട്ടു പോയതിനെ എവിടെയാണ് പരിശോധിക്കേണ്ടത്? അത് BJP എങ്ങനെ വളർന്നു എന്നുള്ളതിനേക്കാൾ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതല്ലേ പഠിക്കേണ്ടത്? ഒരു വ്യക്തി, ഒരു മേയറായിരുന്ന വ്യക്തിയോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന വ്യക്തിയോ അവരുടെ ഭാഗത്തൊരു പെശകോ അടിസ്ഥാനത്തിലല്ല ഈ ഫലം. ഈ ഫലത്തെ ഞങ്ങൾ അങ്ങനെയല്ല കാണുന്നത്. കേരളത്തിലൊട്ടുക്ക് ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടായിട്ടുണ്ട്. 7 ജില്ലാ പഞ്ചായത്തിൽ LDFന് ജയിക്കാനായി. അത് മോശമുള്ള കാര്യമല്ല. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഏതാണ്ട് സമാസമം പിടിക്കാനായി. അത് മോശമായ കാര്യമല്ല. എന്നാൽ നഗരസഭയിൽ ഞങ്ങൾക്ക് നല്ല പുറകോട്ടടി ഉണ്ടായി, കോർപ്പറേഷനുകളിലും പുറകോട്ടടി ഉണ്ടായി. ഇതിനർത്ഥം എന്താണ്? നഗരങ്ങളിലെയും പ്രത്യേകിച്ച് കോർപ്പറേഷനുകളിലെയും ആളുകൾ അവിടുത്തെ ഭരണപ്രവർത്തനങ്ങൾ നോക്കിയാണ് വോട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മപുരത്ത് ചെന്നിട്ട് എറണാകുളത്തെ LDFൻ്റെ നഗരസഭയ്ക്കെതിരെ വോട്ട് ചെയ്യാൻ പറ്റുമോ? അവിടെ നടന്ന മുന്നേറ്റങ്ങൾ കണ്ടിട്ട് LDFനെതിരായിട്ട് വോട്ട് ചെയ്യാനാകുമോ? ആളുകൾ അത്തരം കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി വോട്ട് ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ള ജനങ്ങളെ അത്രമേൽ അവരുടെ വിശ്വാസത്തെ മുറിവേൽപ്പിച്ചു എന്നൊരു വിലയിരുത്തലുണ്ട് പാർട്ടിക്ക് ഈ ഘട്ടത്തിലെങ്കിലും. ഇനിയെങ്കിലും കുറ്റാരോപിതനാണ്, കുറ്റപത്രം സമർപ്പിക്കട്ടെ എന്ന് പറയുമോ അതോ പുറത്താക്കുമോ? അല്ല, ശബരിമല ഒരു വിഷയത്തിൽ മാത്രമാണ് ജനങ്ങൾ വോട്ട് ചെയ്തതെന്ന് ഞങ്ങളെങ്ങനെ ധരിക്കും? ഒന്ന്, രാഷ്ട്രീയമായി ഞങ്ങൾ തീരുമാനമെടുത്തുണ്ടായ സംഭവമാണോ അത്? അവിടെ ശബരിമല തന്ത്രിയുമായി ബന്ധപ്പെട്ട് കടന്നുകൂടിയൊരു വ്യക്തി അവിടെ ഉണ്ടാക്കിയൊരു സ്വാധീനം,
അതിൽ ഉദ്യോഗസ്ഥർ പെട്ടുപോയിട്ടുണ്ട്. ദേവസ്വം ബോർഡിൽ 2019 ഇരുന്നിരുന്ന ആളുകൾക്കും അക്കാര്യത്തിൽ പെശക് സംഭവിച്ചിട്ടുണ്ട്. അത് തെറ്റാണ് എന്നതുകൊണ്ടാണല്ലോ അവർ ജയിലിൽ കിടക്കുന്നത്. ജയിലിൽ കിടക്കുന്നുള്ള തന്നെ അർത്ഥം ജയിലിൽ കിടക്കുന്നു, പക്ഷേ ഒരു പാർട്ടിക്കകത്താണ് സംരക്ഷണം ജയിലിൽ കിടക്കുന്നു ശരിയാണ്, ജാമ്യം കിട്ടുന്നില്ല ശരിയാണ്, പക്ഷെ പാർട്ടി പുറത്താക്കിയിട്ടില്ല, പാർട്ടി പുറത്താക്കിയിട്ടേ ഇല്ല, കുറ്റാരോപിതൻ മാത്രമെന്നാണ് പാർട്ടി സെക്രട്ടറി ആവർത്തിച്ച് പറഞ്ഞത്. അതെ അതെ ഒരു വിഷയം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ പാർട്ടി എങ്ങനെയാണ് നടപടി എടുക്കുന്നത്, പാർട്ടിക്കൊരു രീതിയുണ്ട്. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ഉയർന്നു വരുന്ന പ്രശ്നങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള വസ്തുതകൾ നമ്മുടെ മുന്നിൽ വരണം. ഇപ്പം എന്താണുള്ളത്? ദേവസ്വം ബോർഡിന് അന്നത്തെ പ്രസിഡൻ്റായിരുന്ന എ പത്മകുമാർ ജയിലിലാണ്. വാസു പാർട്ടി അംഗമായിട്ടല്ല അവിടെ ചുമതലയിൽ വന്നത്, ഒരാളാണ് പാർട്ടി ചുമതലയിൽ വന്നയാൾ. മറ്റേയാളെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് അവിടെ കമ്മീഷണറായിട്ട് വെച്ചത്. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ കേസ് വന്നിരിക്കുന്നത്. പത്മകുമാറിൻ്റെ കാര്യത്തിലാണെങ്കിൽ പാർട്ടിയുടെ മുമ്പിൽ താങ്കളിലേക്ക് മടങ്ങി വരാം.